യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നിയുക്ത കൊടുങ്ങല്ലൂർ എംഎൽഎയുമായ ഒ.ജെ. ജനീഷ്. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ്ലൈൻ ആവശ്യമില്ല എന്നും ജനീഷ് കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെമ്പാടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ UDF തരംഗം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിൽ കോട്ടകൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായ ബഹുഭൂരിപക്ഷം ആളുകളും വിജയിച്ചു. കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം 10 വർഷക്കാലത്തിന് ശേഷം തിരിച്ചുപിടിക്കാൻ സാധിച്ചുകൊണ്ട് സന്തോഷത്തിലാണ്. ഒരു PR പ്രവർത്തനം കൊണ്ടൊന്നും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗം ജനങ്ങളും ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ സകലമാന പൗരന്മാരും കേരളത്തിലെ വോട്ടവകാശമുള്ള പൗരന്മാർ UDFനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. പിന്നെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകും. യൂത്ത് കോൺഗ്രസ് അങ്ങനെ കോട്ടയൊന്നും അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി പിന്നെ മന്ത്രിസഭയ്ക്കകത്ത് പ്രാതിനിധ്യങ്ങൾ ഉണ്ടാകും. അത് യുവ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന് ടാഗ്ലൈനിൽ കെട്ടേണ്ട കാര്യമില്ല.